നാടക സമിതികൾക്ക് സൗജന്യമായി പരിശീലനം നടത്താൻ സ്വന്തം ഭൂമി വിട്ടു നൽകിയ പുല്ലമ്പാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന കലാകാരനെ CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ കള്ളൻ വിജയൻ എന്ന് നെഗറ്റീവ് തലക്കെട്ട് നൽകി ചിത്രീകരിച്ച സംഭവത്തിൽ പാർട്ടി അന്വേഷണത്തിന്. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് അച്ചടിച്ച ശേഷം അവസാന നിമിഷം വിതരണം ചെയ്യാതെ മുഖ്യ സംഭവത്തിന് പിന്നിൽ ഈ നാടക നിരൂപണ വിവാദമാണെന്നാണ് പുതിയ സൂചന. നാടകത്തെ ജീവശ്വാസമാക്കിയ ഒരു നല്ല മനുഷ്യനെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ പാർട്ടിയിൽ തന്നെ കടുത്ത അമർഷം പുകയുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയിൽ 50-ലധികം പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് താങ്ങായി നിൽക്കുന്ന വ്യക്തിയാണ് മുൻ നാടക നടൻ കൂടിയായ വിജയൻ. തന്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകി നാടക പ്രവർത്തകർക്ക് താമസവും ഭക്ഷണവും സൗജന്യ പരിശീലന സ്റ്റേജും ഒരുക്കിയ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഫീച്ചറിനാണ് കള്ളൻ വിജയൻ എന്ന വിവാദ തലക്കെട്ട് പത്രം നൽകിയത്. പാലാ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സമിതികൾ ക്യാമ്പ് ചെയ്യുന്ന ഈ പുണ്യഭൂമിയുടെ ഉടമയെ ഇത്തരത്തിൽ ആക്ഷേപിച്ചതിനു പിന്നിൽ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനെ പൂട്ടാനുള്ള ചിലരുടെ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നാണ് വിവരം. VSന്റെ മുൻ പ്രസ് സെക്രട്ടറിയും ചരിത്രകാരനുമായ KV സുധാകരൻ എഴുതിയ വീണ്ടും മുഴങ്ങുന്നു ആ കടലിരുമ്പം എന്ന വികാരനിർഭരമായ കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള വാരാന്ത്യ പതിപ്പാണ് ഞായറാഴ്ച വായനക്കാരിലേക്ക് എത്താതിരുന്നത്. പുതിയ കാലഘട്ടത്തിൽ VSന്റെ ഓർമ്മ പുതുക്കൽ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സമിതി സർക്കുലർ ഇറക്കിയ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പതിപ്പ് തയ്യാറാക്കിയത്. എന്നാൽ അവസാന നിമിഷം പത്രം മുക്കാൻ അരാഷ്ട്രീയവാദവും കള്ളൻ വിജയൻ തലക്കെട്ടും ചിലർ ആയുധമാക്കുകയായിരുന്നു. പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ അരാഷ്ട്രീയവാദ ചർച്ചകൾ കടന്നുകൂടിയെന്ന സാങ്കേതിക ന്യായവാദം ഉയർത്തിയാണ് ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനെ പ്രതിരോധത്തിലാക്കാൻ പാർട്ടിയിലെ ഔദ്യോഗിക ചേരി കരുക്കൾ നീക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം പാർട്ടിയിലെ ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണെന്ന് പുത്തലത്ത് ദിനേശൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് തുല്യമായാണ് ഔദ്യോഗിക വിഭാഗം കണ്ടത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ വന്ന ചില വാർത്തകൾക്ക് ഗുരുതരമായ തെറ്റുപറ്റിയെന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു. സ്വന്തം മുഖപത്രത്തിന്റെ നിലപാടുകളെ പാർട്ടി തലപ്പത്തുള്ളവർ തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് പുത്തലത്ത് ദിനേശന്റെ ചീഫ് എഡിറ്റർ പദവിക്ക് മുകളിലുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. വിഴിഞ്ഞം വിവാദങ്ങളിലൂടെ പുത്തലത്തിനെതിരെ പാർട്ടിയിൽ ആദ്യ വെടിപൊട്ടിച്ച നേതൃത്വം ഇപ്പോൾ ഈ നാടക പതിപ്പ് വിവാദത്തിലൂടെ അദ്ദേഹത്തിന്റെ കസേര തെറിപ്പിക്കാനുള്ള അന്തിമ തിരക്കഥയാണ് ഒരുക്കുന്നത്.